എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 54 ശ്ലോകം 8, 9, 10, 11, 12, 13, 14, 15, 16, 17 10 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ യാദവന്മാരുടെ സൈന്യങ്ങളുടെ ആക്രമണം, ആ അസ്ത്രങ്ങളേറ്റ് നിവൃത്തിയില്ലാതെ കുറെ പേര് മരിച്ചു, കുറെ പേരുടെ അവയവങ്ങൾ ഇങ്ങനെ വീഴണു. ഇതൊക്കെ കണ്ട് ഒരു നിവൃത്തിയില്ലാതെ ജരാസന്ധന്റെ മറ്റു രാജാക്കന്മാരുടെ സൈന്യം പേടിച്ച് ഓടിപ്പോന്നു. ഓടിപ്പോയി എല്ലാവരും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. ഹസ്താസാസികദേശ്വാസ കരഭാരവോഘ്രയ അശ്വാശ്വതരനാഗോഷ്ട്ര ഖരമർത്യശിരാംസി ച. വാളുകള്, ഗദകള്, വില്ലുകള്, ഇവയോടുകൂടിയ ആ മണിക്കണ്ഠത്തിന്റെ കീഴിലുള്ള കൈപ്പടങ്ങള്, തൊടകള്, കാലടികള്, കുതിര മുതലായ വാഹനങ്ങളുടെയും കാലാൾപ്പടകളുടെയും തലകള് മുതലായ ഒറ്റ അവയവങ്ങള് അറ്ററ്റ് യുദ്ധകളത്തിൽ വീണു. വാള് പിടിച്ച കൈകള്, ഗദകള് പിടിച്ച കൈകള്, വില്ല് പിടിച്ച കൈകള്, ഇങ്ങനെയുള്ള ആ ഓരോ ഭാഗമായിട്ട് മുറിച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ കാൽപാദങ്ങള്, ഇങ്ങനെ പറയണ്ട, ഓരോ അവയവങ്ങളും ഓരോരുത്തരുടെ തലകളും ഒക്കെ ഇങ്ങനെ വീണ് യുദ്ധക്കളം അങ്ങോട്ട് നിറഞ്ഞു. ഹന്യമാനബലാനീക വൃഷ്ണിഭ് ജയകാംക്ഷിഭി രാജാനോ വിമുഖാ ജഗ്മു ജരാസന്ധ പുരസ്സരാ. സൈന്യങ്ങളുടെ കൂട്ടം മുഴുവനും ഇങ്ങനെ ആ പരാക്രമശാലികളായ വൃഷ്ണികളായ യാദവന്മാരാൽ ഹനിക്കപ്പെട്ടു. എല്ലാവരെയും കൊന്നു. ഒറ്റ ആളെ ബാക്കി വയ്ക്കാതെ. യാദവന്മാർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഭഗവാൻ രുക്മിണി കൂടിയിട്ട് അങ്ങനെ തേരിൽ പോയിക്കൊണ്ടിരിക്കുക. സൈന്യങ്ങൾ അങ്ങനെ അവരിങ്ങനെ അസ്ത്രങ്ങള് പ്രയോഗിച്ചുകൊണ്ട് ജരാസന്ധന്റെ സൈന്യങ്ങളെ മുഴുവനും ഭഗവാന്റെ സൈന്യങ്ങള് നശിപ്പിച്ചുകൊണ്ടിരിക്കണു. ഇത് കണ്ട് ഒരു നിവൃത്തിയില്ലാതെ ജരാസന്ധൻ മുതലായിട്ടുള്ള രാജാക്കന്മാര് പിന്തിരിഞ്ഞ് ഓടി. ശിശുപാലം സമഭ്യേത്യ ഹൃതധാരമിവാതുരം നഷ്ടത്യുഷം ഗതോത്സാഹം ശുഷ്യത്വദനമബ്രുവൻ. തോറ്റോടിപ്പോയ ജരാസന്ധ പ്രവൃത്തികള് ശിശുപാലന്റെ അരികത്ത് ചെന്ന് ഇങ്ങനെ പറയാ. ശിശുപാലനോട് ഓട്ടിച്ചെന്ന് പറഞ്ഞു. അതെ, ശിശുപാലൻ ആണെങ്കിലോ തന്റെ ഭാര്യയെ മറ്റൊരാള് അപഹരിച്ചാൽ എങ്ങനെയാ സങ്കടം കൊണ്ട് ഇങ്ങനെ വിഷണ്ണനായിട്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ വല്ലാത്ത ദുഃഖത്തിൽ ദുഃഖിച്ചിരിക്കുക. അങ്ങനെ മുഖം വാടി ഒരു ഉത്സാഹമില്ലാതെ ഇരിക്കണ ആ ശിശുപാലന്റെ അടുത്ത് നിന്ന് ജീവച്ഛവം പോലെ ഇരിക്കണ ഒരു മുക്കില് അങ്ങനെ ഇരിക്കണ്ട, ഒന്നും മിണ്ടാനും കൂടി പറ്റണില്ല. അങ്ങനെയുള്ള ശിശുപാലന്റെ അടുത്ത് നിന്നിട്ട് പറയാണ്, ഭോ ഭോ പുരുഷ ശാർദൂല ദൗർമനസ്യമിതം ത്യജ ന പ്രിയാ പ്രിയയോ രാജൻ നിഷ്ഠാ ദേഹിഷു ദൃശ്യതേ. ഈ മൂഢന്മാര് വിട്ടുകളെങ്ങനെയാ തോൽക്കണ സമയത്ത് ജ്ഞാനികളെ പോലെ തത്വശാസ്ത്രം പറഞ്ഞു സമാധാനിക്കും അല്ലെ. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. എന്താ വെച്ചാ വല്ലാത്ത വിഷമമുണ്ട്, പക്ഷെ അതൊന്നും കാണിക്കാണ്ട് അത് ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു തത്വശാസ്ത്രം പറഞ്ഞ് സ്വയം സമാധാനിക്കുക. ദുരഹങ്കാരത്തിന്റെ തലയ്ക്ക് അടി കിട്ടുമ്പോ അവർക്ക് തത്വജ്ഞാനം പുറപ്പെടും. കുറച്ചു കഴിയുമ്പോഴേക്കും അത് ഞങ്ങള് പറയണമെന്ന് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ അതൊന്നും ശരിക്കും ഏഷണമൊന്നുമില്ല. ആ പറയുന്ന സമയത്ത് തന്നെ ആ തത്വജ്ഞാനത്തിന്റെ അത് നശിക്കുകയും ചെയ്യും. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ജരാസന്ധാദികള് ശിശുപാലനോട് പറഞ്ഞത് എന്താന്ന് പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി. അവരെല്ലാരും കൂടി ചെന്ന് വിഷമിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കണ ശിശുപാലനോട് പറയണു, ഹേ പുരുഷശ്രേഷ്ഠ,
ആഗ്രഹിച്ച ഭാര്യയെ ലഭിക്കാത്തത് കൊണ്ടുള്ള ഈ വിഷാദം ഇപ്പൊ നീ ഉപേക്ഷിക്കണേ. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്തുകൊണ്ടെന്നാൽ സകല ദേഹികൾക്കും ചിലപ്പോ സുഖവും ചിലപ്പോ ദുഃഖവും ഉണ്ടാകുന്നത് ലോക സ്വഭാവമല്ലേ. സുഖോ ദുഃഖോ ഒക്കെ എപ്പോഴും ഒരേ വിധത്തിൽ സ്ഥിരമായിരിക്കണ പതിവ് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ചിലപ്പോ സുഖം ഉണ്ടാവും, ചിലപ്പോ ദുഃഖം ഉണ്ടാവും, അങ്ങനെയൊക്കെ അല്ലേ. അതുകൊണ്ട് ഇപ്പൊ നേരിട്ട ഈ ദുഃഖത്തെ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. പിന്നെയും തത്വജ്ഞാനം പറഞ്ഞു കൊടുക്കുക. യഥാദാരുമയീയോഷിൻ നൃത്യത്തെ കുഹകേച്ഛയ ഏവമീശ്വരതന്ത്രോയം ഈഹതേ സുഖദുഃഖയോ. ഈ ലോകം ഉണ്ടല്ലോ, ഈ ജീവലോകം സ്വതന്ത്രമൊന്നുമല്ല, പരാധീനാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കളിപ്പിക്കുന്നവന്റെ ഇഷ്ടപ്രകാരം ഇരിക്കുന്ന ഒരു മരപ്പാവയെ പോലെ സർവേശ്വരന്റെ ഇഷ്ടം അനുസരിച്ച് നടക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുക നമ്മളൊക്കെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഭഗവാൻ ഒരു മരപ്പാവ എങ്ങനെയാ ഇതിൽ കിടന്ന് കളിക്കണത്, അതുപോലെയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. ഇങ്ങനെയാണ് സുഖവും ദുഃഖവും ഒക്കെ നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ല. ജീവന്റെ ജന്മാന്തര കർമ്മഫലം നിമിത്തം ചിലപ്പോ ദുഃഖം ഉണ്ടാവുന്നു, അതുപോലെ സുഖം ഉണ്ടാവുന്നു. തനിക്ക് ദുഃഖം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാവും? അതുകൊണ്ട് ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ദുഃഖം ഉണ്ടാവുമ്പോ ഇങ്ങനെ പരവശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. ഇങ്ങനെയാണ് ലോക സ്വഭാവം എന്ന് വിചാരിച്ച് സമാധാനിക്കൂ. ശൗരേ സപ്തദശാഹം വൈ സംയുഗാനി പരാജിത ത്രയോവിംശതിഭിः സൈന്യൈർ ജിഗ്യ ഏകമഹം വരം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ശിശുപാലനും മിണ്ടണമെന്നില്ല. ഇതൊക്കെ അത്ര മനസ്സിന് വിഷമിച്ചിരിക്കുക. ശിശുപാലന്റെ മൗഢ്യം തീർന്ന് കാണാത്തത് കൊണ്ട് ജരാസന്ധൻ തന്റെ അനുഭവം പറഞ്ഞു കൊടുക്കാം ശിശുപാലന്. ഞാനേ 17 പ്രാവശ്യം 23 അക്ഷൗഹിണികളോടുകൂടി ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്തു. 17 പ്രാവശ്യം തോറ്റു. 18ാമത്തെ യുദ്ധത്തില് ഞാൻ ജയിച്ചു. കൃഷ്ണൻ തോറ്റോടിപ്പോയില്ലേ. അതുകൊണ്ട് ജയവും തോൽവിയും ദൈവദത്തമാണെന്ന് നിശ്ചയിക്കണം. എണീക്കൂ ശിശുപാല. തഥാപ്യഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കർഹിജിൽ കാലേന ദൈവയുക്തേന ജാനൻ വിദ്രാവിതം ജഗൽ. അതുകൊണ്ട് ലോകം ഈശ്വര പ്രേരിതമായിരിക്കുന്ന കാലത്തെ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈശ്വരന്റെ ഹിതമനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതറിയണം ഞാൻ. ജയത്തിൽ സന്തോഷിക്കുകയും തോൽവിയും ക്ലേശിക്കുകയും ചെയ്യണില്ല. ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോ ജയിക്കും, ചിലപ്പോ തോൽവി വരും. അതൊക്കെ ഈശ്വരഹിതാണ്. അതുകൊണ്ട് ശിശുപാല ഇങ്ങനെ ദുഃഖിച്ചിരിക്കണ്ട, എണീറ്റ് വരൂ. അധുനാപി വയം സർവേ വീരയൂഥപയൂഥപാ പരാജിതാ ഭൽകുതന്ത്രൈ യദുഭി കൃഷ്ണപാലിതേ. ഭഗവാൻ ശ്രീകൃഷ്ണന് അല്പ സൈന്യങ്ങളേ ഉള്ളൂ. പക്ഷെ ആ ഭഗവാന്റെ ആ സൈന്യങ്ങള്, ആ യദുക്കളുണ്ടല്ലോ, വീര അഗ്രഗണ്യന്മാരായ നമ്മളെ എല്ലാവരെയും പോലും തോൽപ്പിച്ചു. നമ്മുടെ സൈന്യമൊക്കെ എത്ര കേമന്മാരാ. അവരെയൊക്കെ യദുക്കളുടെ സൈന്യം തോൽപ്പിച്ചു. ഇത് അവരുടെ സാമർഥ്യവും നമ്മളുടെ പോരായ്മ ഒന്നുമല്ല. ഇപ്പൊ അവർക്കാണ് ജയത്തിന്റെ ഒരു സമയം. അതുകൊണ്ടാ, അല്ലാണ്ട് അവരുടെ വീരശൂര പരാക്രമങ്ങളൊന്നുമല്ല. നമ്മളുടെ സൈന്യമാണ്, നമ്മളാണ് വീരാഗ്രഗണ്യന്മാർ. എന്തോ ഇത്തവണ നമുക്ക് പരാജയം സംഭവിച്ചു, നമ്മുടെ കാലദോഷം എന്ന് വിചാരിച്ചാൽ മതി. രിപവോ ജിഗ്യുരധുന കാലാത്മാനുസാരിണി തദാ വയം വിജയിഷ്യാമോ യഥാ കാലപ്രദക്ഷിണ. ഇപ്പൊ ശത്രുക്കൾക്ക് ഗുണകാലമായതുകൊണ്ട് അവര് നമ്മളെ ജയിച്ചു. കാലം നമുക്ക് അനുകൂലമായി വരും. അപ്പൊ നമ്മൾ ജയിക്കാതിരിക്കില്ലെന്നേ. ഏവം പ്രബോധിതാമിത്രൈ ചൈദ്യോഗാൽ സാനുഗപുരം ഹതശേഷാ പുനസ്തേപി യയു സ്വം സ്വം പുരം നൃപ. അങ്ങനെ ബന്ധുക്കളുടെ ഇങ്ങനെയൊക്കെയുള്ള ആശ്വാസജനകങ്ങളായ വാക്കുകൾ കേട്ടു കുറച്ച് സമാധാനമായി ശിശുപാലന്. അങ്ങനെ ശിശുപാലനും സംഘവും തന്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ജരാസന്ധനോ കുറച്ചു യുദ്ധത്തില് മിക്കവരും 99% മരിച്ചു. ബാക്കിയുള്ള കുറച്ചു പേരുണ്ട്. അവരോട് കൂടിയിട്ട് ആ രാജാക്കന്മാരും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.